ഭഗവാനെ, ഗുരുവായൂരപ്പ, എന്റെ മകളുടെ വിവാഹം മംഗളമാക്കി തരണേ. ഇവിടെ വലിച്ചു വാരിയിടാനല്ല പറഞ്ഞത്. ആർക്കും ഒന്നിലും ഒരു ശ്രദ്ധയും ഇല്ല. തനിയൊന്നേ വരുന്നേ. താനാണോ ഇവിടുത്തെ ദേഹണ്ണക്കാരൻ? അതെ. വീട്ടുമുറ്റത്ത് വെച്ച് ആണോടോ ദേഹണ്ണം? അല്ല, പിൻഭാഗത്താ. എന്നാ പിന്നെ വാചോടിച്ചിരിക്കാതെ ചെമ്പും കലവും ചട്ടവും കൊടുത്ത് അപ്പുറത്തോണ്ട് വെക്കണോ? ഓഹോ. 100 കൂട്ടം കാര്യങ്ങളുള്ളപ്പോഴാണോ ഇങ്ങനെ കുന്തം വിഴിഞ്ഞ കണക്ക് നിക്കണേ? പച്ചക്കറിയും പലവഞ്ഞവും രാവിലെ എത്തൂന്ന് പറഞ്ഞിട്ട് അത് വന്നോ ഇല്ലയോ നോക്കിയോ? ദൂരെ നിന്ന് വരുന്നവർക്കുള്ള താമസ സൗകര്യം ഏർപ്പാടാക്കിയോ? പൂവും മാലയും ബൊക്കെ നാളെ വെളുപ്പിനെ ഇവിടെ എത്തുവോ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് നിന്നേ, ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു. എന്താ? പെണ്ണിന്റെ തന്ത നീയോ ഞാനോ? അതെന്താ മുതലാളിക്ക് പെട്ടെന്നൊരു സംശയം? മുതലാളി വിഷമിക്കണ്ട, ഞാൻ ചേച്ചിയോട് ചോദിക്കാം. ആ അർത്ഥത്തിലല്ല ഞാൻ ചോദിച്ചത്. തന്തയ്ക്ക് വേറെ അർത്ഥം ഉണ്ടോ? ഞാൻ ചോദിച്ചത് ഈ വീട്ടിലെ ഗ്രഹനാഥൻ നീയാണോ ഞാനാണോ എന്നാ. ഗ്രഹനാഥൻ മുതലാളി എന്നാ, എന്നാൽ ഫുൾ ഉത്തരവാദിത്വം എനിക്കാ. എന്നാ പിന്നെ നോക്കി നിൽക്കാതെ എന്നോട് ആജ്ഞാപിച്ച് അവളെ പോയി ചെയ്യണ. അവന്റെ ഒരു അങ്ങോട്ടേക്കോട്ടെ. ആദ്യം പാചകം ടെസ്റ്റ് ചെയ്യട്ടെ. ഭയങ്കര വിശപ്പ്. നീർക്കോലിയുടെ രൂപവും പെരുമ്പാമ്പിന്റെ വിശപ്പും. എന്താ മോളെ? ഒരു കാര്യം പറയാനുണ്ട്. പുതിയ കാര്യം വല്ലതുമാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അച്ഛാ, ഞാൻ കാല് പിടിക്കാം. ഈ കല്യാണം വേണ്ടല്ലേ. നല്ലൊരാലോചന കുടുംബത്തിൽ വന്ന് കയറിയപ്പത്തോട് തുടങ്ങിയതായി ഒരു ചൊല്ല്. ഉറപ്പിച്ച് 4 ക്ഷണവും കഴിഞ്ഞു. നാട്ടുകാരും ബന്ധുക്കളും എല്ലാം കല്യാണത്തിന് പുറപ്പെട്ടു കഴിഞ്ഞു. അപ്പോഴും പെണ്ണിന് പല പലവി തന്നെ. മുണ്ടിപ്പോകരുത്, അരിഞ്ഞു കളയുക. മാനം പോയാ പിന്നെ ഈ വട്ടപ്പറപ്പിൽ ഉണ്ടിത്താൻ എല്ലാം തകർത്ത് കളയും. നിങ്ങൾ ഇങ്ങനെ ഒച്ച വെച്ച് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണ്ട. നാളെ ഈ പടി ഇറങ്ങേണ്ട കുട്ടിയാ. ഞാൻ പതുക്കെ തന്നെയാ സംസാരിച്ചത്. എന്റെ മോന്റെ ശബ്ദം ഇങ്ങനെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. എന്താ അകത്തൊരു ബഹളം? ഒരല്പം കുടുംബകാരി എന്റെ മോളും ഭാര്യയായിട്ട് പങ്കുവെച്ചതാ. എന്താ കുഴപ്പമുണ്ടോ? എനിക്ക് മനസ്സിലായി. എന്ത്? പെണ്ണിന്റെ അച്ഛനാരാണെന്ന് ചേച്ചിയോട് പോയി ചോദിച്ചില്ലേ? എടാ അച്ചുവേ, എന്റെ മകൾക്ക് ഇതെന്താ പറ്റി? കല്യാണം അടുക്കും തോറും മനസ്സിനകത്തൊരു ചാഞ്ചാട്ടം. ഇപ്പൊ കല്യാണം വേണ്ട വേണ്ട എന്നൊരു വാശി. ഇനിയിപ്പൊ പേടിച്ചിട്ടാണോ അതോ? അതെ, മുഹൂർത്തം എടുക്കും തോറും പേടിക്കുന്ന പെണ്ണുങ്ങൾ 2 തരത്തിലുള്ളവരാ. ഒന്ന് പിഴച്ച പെണ്ണ്, 2 പ്രേമിച്ച പെണ്ണ്. ഇത് ഏത് വകുപ്പിലാ മോളെന്ന് പോയി ചോദിക്കും. എടാ ചത്തേ, എന്റെ മോള് കുടുംബത്തിൽ പറഞ്ഞവളാണ്. എന്ത് കരുതി ആയിക്കൂടുന്നുണ്ടോ? ചേട്ടനെ വിളിച്ചായിരുന്നോ? പോയി അരി വെക്കണോ കോപ്പേ? ഭ്രാന്ത് വരും. കർത്താവേ, സക്സസ് സക്സസ്. എന്താ ആക്ഷനുള്ള പറ്റാണോ? പിന്നെ കുറെ പേരുകൂടി തല്ലിയതാ. കർത്താവേ, ഇതെന്ത് കഷ്ടമായി പോയി. ഏത് പുല്ലന്മാരായി ചെയ്തത്? മനുഷ്യന്മാർക്ക് ആർക്കെങ്കിലും തല്ലാൻ പറ്റൂ? കണ്ണിച്ചോറിയില്ലാത്ത കശ്മലന്മാര്, ദ്രോഹികള്. നോക്കട്ടെ. മരുന്ന് മാത്രം വെച്ചാ പോരാ, ഇഞ്ചക്ഷൻ എടുക്കണം, ഇഞ്ചക്ഷൻ. ഏതായാലും നിങ്ങള് ഭാഗ്യവാന്മാരാ. ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചതേ ഉള്ളൂ ഒരു പരീക്ഷണ മരുന്ന്. ഏത് മുറിവും ഒരു ഞൊടി ഇടയ്ക്കുള്ളിൽ മാറും. കാല് കേട്ട് ഒരല്പം നീറ്റലുണ്ടാവും, സാരമില്ല. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നീറ്റല് കാണുമെന്ന്. ഒന്ന് കടിച്ചു പിടിച്ചു നിന്നോ. സത്യത്തിൽ എന്താ സംഭവിച്ചേ? ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ ശ്രമിച്ചു നോക്കിയതാ. ആദ്യം അവളുടെ ഏട്ടൻ ഒരു ഇൻസ്പെക്ടർ. എന്തായാലും അവന്റെ പേര് ഈയോ. ഈയോ ആണെങ്കിലും ചെമ്പാണെങ്കിലും അവൻ കുറെ തല്ലി. അത് കഴിഞ്ഞ് അവളുടെ വേറൊരു ചേട്ടൻ ഒരു പെറുക്കി, പെറുക്കിയല്ല വർക്കി, അവനും ഗുണ്ടകളും കൂടി തല്ലി. അവർക്കിട്ട് ഞങ്ങളും ശരിക്കും കൊടുത്തു. എടാ, ആ വർക്കിയുടെ ചേട്ടൻ ഇയോയുടെ ചേട്ടൻ കുട്ടപ്പായ ഡോക്ടറാണ് ഞാൻ. നിക്കവിടെ നിക്കവിടെ. നിനക്കൊക്കെ പോകുന്ന പാടത്തിനെ കാണിക്കാൻ എങ്ങനെ പിടിയവരെ വിടട്ടെ, വിടട്ടെ, പോകട്ടെ, പോകട്ടെ.
പോയതിന്റെയൊക്കെ പൊന്നിൻ വളകിലുക്കി വിളിച്ചുണർത്തി ബീജ് വന്നു. വെയിറ്റ് ചെയ്യാൻ പറയൂ. യെസ് സർ. മൈ ഗോഡ്, നാളെ ചാർജ് എടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇന്ന് ചാർജ് എടുത്തോട്ടെ സാർ, നമുക്ക് അനുപല്ലവിലേക്ക് കടക്കാം. എത്രയും പെട്ടെന്ന് എല്ലാ ഇൻസ്ട്രുമെന്റ്സ് ഒളിപ്പിച്ചോളൂ. ജോയിൻ ഡ്യൂട്ടി ഇമ്മീഡിയറ്റ്ലി. വേഗം മാറ്റടോടുത്ത് പ്ലീസ്. സാർ നാളെ ചാർജ് എടുക്കുമെന്നുള്ള പറഞ്ഞിരുന്നത്. എനിക്ക് ഇന്ന് ചാർജ് എടുക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ഇവിടുത്തെ യഥാർത്ഥ സെറ്റപ്പ് ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. നമുക്ക് ഓഫീസിലേക്ക് ഇരിക്കാം സാർ. ഇത്രയും പ്രായമായിട്ടും പെൻഷനാകാറായില്ലേ? ഞാൻ ഇവളുടെ അച്ഛനാ സാർ. മോക്ക് കൂട്ടുവന്നായിരിക്കും. എന്താ വനിതാ പോലീസിൽ യൂണിഫോം അല്ലേ? അത് വനിതാ പോലീസ് അല്ല സാർ, തന്റെ കക്ഷത്തിൽ എന്താണോ? ലാത്തി. ഡിപ്പാർട്ട്മെന്റ് അറ്റത്ത് ദ്വാരോടെ ലാത്തി ഇറക്കി തുടങ്ങിയോ? Sorry, sir. എന്തൊക്കെയാ കമ്മീഷണർ ഇത്? ഞങ്ങളൊരു പാട്ട് പ്രാക്ടീസ് ചെയ്യായിരുന്നു സാർ. ഇതെന്താ മ്യൂസിക് കോളേജാ? അല്ല സാർ, ഒരു റിഹേഴ്സൽ. ഞങ്ങൾ വല്ലപ്പോഴും ഗാനമേളയ്ക്കൊക്കെ പാടാറുണ്ട്. ഓഹോ, കമ്മീഷണർക്ക് ഗാനമേളയോ? ഇങ്ങനെയാണെങ്കിൽ കമ്മീഷണർ റോഡിൽ ഡപ്പാക്കുത്ത് ഡാൻസ് നടത്തുമല്ലോ. സാർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പെർമിഷൻ മേടിച്ചിട്ടുണ്ട്. ഡപ്പാക്കുത്ത് ഡാൻസിലോ? അല്ല സാർ, തൽക്കാലം ഗാനമേളയ്ക്ക് മാത്രമേ ഉള്ളൂ. പിന്നീട് ഞങ്ങൾ ഇങ്ങോട്ട് ട്രൂപ്പ് പോലെ. കമ്മീഷണർ ഓഫീസിൽ പാട്ടും കൂത്തും എന്ത് തോന്നിയാകാത്തോ സാർ? പാട്ട് പാടിയ പാട്ട് അമീർ കല്യാണിയല്ലേ? അല്ല സാർ, ഇവളുടെ പേര് നിത്യ കല്യാണി. രാഗത്തിന്റെ പേര് പോലും അറിയാത്ത താൻ എങ്ങനെയാണോ ക്ലാരറ്റ് വായിക്കുന്നേ? സോറി സാർ. എന്താണോ ഇതൊക്കെ കമ്മീഷണറുടെ കുത്തകാന്ന് കരുതിയോ? എല്ലാം എടുത്തങ്ങോട്ട് നിരത്താൻ പറയണോ? എടോ, കാക്കയ്ക്കുള്ളിലെ സംഗീതത്തെ കുറിച്ച് മഹാകവി വള്ളത്തോൾ പാടിയിട്ടുണ്ട്. കാക്കയ്ക്കുള്ളിൽ തുടിക്കും ഹൃദയത്തിന്റെ അകമാനത് കല്ലൽ ഇരുമ്പല്ല, ലാത്തി മാറ്റിക്കൊടുക്കുക തമ്പുരു വാർത്തിടും ഗാനകന്യക ഒന്നിനെ. നോക്കി നിൽക്കാതെ അങ്ങോട്ട് അടിച്ചു പൊളിക്കണോ കമ്മീഷണറെ? സർ, ഇത് എന്തൊരു ശല്യമാ. അവിടെ ഇരിക്കും അമൃതത്തി. ആരാ ടിക്കറ്റ്? ടിക്കറ്റ്? അയ്യോ, എന്റെ പേഴ്സ് കാണുന്നില്ല. എന്റെ പേഴ്സ് ആരും പോക്കറ്റ് അടിച്ചു. അയ്യോ, പേഴ്സ് കാണുന്നില്ല. ആരുടെ പേഴ്സ് പോയത്? എന്റെ പേഴ്സ് കാണുന്നില്ല. ബസ്സിൽ നിന്നാണ് പേഴ്സ് പോയതെങ്കിൽ ബസ്സിലുള്ള എല്ലാവരെയും പരിശോധിക്കണം. ടിക്കറ്റിനുള്ള കാശെടുത്ത് പേഴ്സ് പോക്കറ്റിലിട്ടതാ. ഓഹോ, ദേ വല്ലവരും അബദ്ധവശാൽ ഇയാളുടെ പേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ദയവ് വിചാരിച്ച് തിരിച്ചു കൊടുക്കണം. എങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകാതെ പ്രശ്നം ഒതുക്കാം. എല്ലാരെയും പരിശോധിക്കുന്നത് നല്ലത്. ആരും ഇറങ്ങരുത്. പെണ്ണുങ്ങളെയും പരിശോധിക്കും. അവിടെ നിൽക്കേ. അവളാണ്. അവിടെ നിൽക്കാനാ പറഞ്ഞത്. ഇങ്ങോട്ട് വന്നിട്ടില്ല. അവിടെ എന്താണത്? സാർ, പർദ്ദയിട്ട് വേഷം മാറി പോക്കറ്റ് അടിക്കാൻ നടക്കുന്നവനാ. ബസ്സിന്ന് പേഴ്സ് അടിച്ചിട്ട് വിഴുങ്ങി കളഞ്ഞു സാർ. എന്ത്? പേഴ്സ് വിഴുങ്ങി? അതെ സാർ. ഇവൻ സാധാരണ കള്ളനല്ല, തിരിമുറിഞ്ഞ കള്ളനാ. ഇവൻ എന്തെല്ലാം വിഴുങ്ങിയിട്ടുണ്ടെന്ന് ആർക്കറിയാം? നിങ്ങൾ എല്ലാരും കൂടി ഇയാളെ നന്നായി കൈകാര്യം ചെയ്തു അല്ലേ? അതെ സാർ. എല്ലാവരും ചേർന്നുള്ള ധർമ്മടിയല്ലേ, അതിൽ പിശുക്ക് കാണിക്കാൻ പറ്റുമോ? അല്പം കൂടിപ്പോയി. നന്നായി. ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച് നിങ്ങൾ ചെയ്തു. ഇയാൾ ഇവിടുത്തെ കോൺസ്റ്റബിളാ. കോൺസ്റ്റബിൾ വാസുദേവൻ. സാർ, എന്തോ പേഴ്സ് അടിച്ചത് മറ്റാരെങ്കിലും ആയിരിക്കും.
വാസുദേവൻ വിഡ്ഢിയാണെങ്കിലും കള്ളനല്ല. പോലീസ് എന്തിനാ സാർ പർദ്ദയിട്ട് നടക്കുന്നത്? വാസുദേവൻ തുക്കട സിനിമകൾ ധാരാളം കാണും. അതിലൊക്കെയുള്ള സിഐഡികളെ പോലെ വേഷം മാറി കള്ളനെ പിടിക്കാൻ നടക്കുന്നത് വാസുദേവന് വലിയ ഹരമുള്ള കാര്യമാണ്. ഏതായാലും നിങ്ങൾ പോയിക്കോളൂ. ആരുടെയാ പേഴ്സ് പോയത്? എന്തിനാണ് സാർ? അന്വേഷിക്കാം. വൈകുന്നേരം ഒന്ന് ഇവിടം വരെ വന്നോളൂ. ശരി സാർ. ശരി സാർ. സോറി സാർ. ആശുപത്രിയിലോ മറ്റോ പോണോ വാസുദേവ? വേണ്ട സാർ, ആശുപത്രിയിലായ ഭാര്യയും മക്കളും ഒക്കെ അറിയും. കുടിക്കാൻ വല്ലതും കിട്ടിയാ കൊള്ളായിരുന്നു. നാരായണ സാർ, നമ്മുടെ സിഐഡിക്ക് കടുപ്പത്തിലൊരു ചായ വാങ്ങിക്കൊടു. ശരി സാർ. വേദനയുണ്ടോ വാസുദേവ? 10-20 പേര് ഫുട്ബോൾ പോലെ എടുത്തിട്ട് ചവിട്ടിയ സാറിനാണെങ്കിൽ വേദന ഉണ്ടാവില്ലേ? സമാധാനപ്പെട്. നമ്മൾ എത്രയോ നിരപരാധികൾ ലോക്കപ്പിലിട്ട് മർദ്ദിക്കുന്നു. അടിയുടെ വേദന പോലീസുകാരും മനസ്സിലാക്കുന്നത് നല്ലതാ. അടി കിട്ടിയ സാറിനല്ലോ. അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കുന്നില്ലല്ലോ. അത് ശരിയാ, സാറിന് ഉത്തരവിട്ടാ മതി. 24 മണിക്കൂറിനകം കള്ളനെ പിടി, കൊലയാളി പിടി എന്നൊക്കെ എവിടെ നിന്നിട്ട് പിടിക്കാൻ. അഥവാ പിടിച്ചാലോ ക്രെഡിറ്റ് മുഴുവൻ സാറിന്. താൻ ഇതുവരെ എത്ര കള്ളന്മാരെ പിടിച്ചു? സാർ, ഞാൻ എന്നവനെ പിടിക്കുമായിരുന്നു. അതിനിടയിലാ ഏടാ കൂടെ ഉണ്ടായത്. വാസുദേവ, ഇത് സിനിമയല്ല. സാർ എന്നെ വിട്ടിന്നും കൂഷ്മാണ്ടോ എന്നൊക്കെ വിളിച്ചു. പക്ഷെ ഞാൻ ഈ പറഞ്ഞിട്ടത് ശരിക്കും ബുദ്ധിപൂർവ്വം തന്നെയാ. നാട്ടുകാരുടെ സ്വർണം പറ്റിച്ചടക്കുന്ന ഈ തങ്ങളെ കണ്ടുപിടിക്കണമെന്ന് സാറല്ലേ എന്നോട് പറഞ്ഞത്. തങ്ങളാകുമ്പോ ചിലപ്പോ വല്ല മുസ്ലിം പള്ളിയിലോ ചിലപ്പോ വല്ല മുസ്ലിം വീട്ടിലോ ഒളിച്ചിരുന്നത് വരും. ഈ സദാവേഷത്തിൽ അവിടെ കയറി ചെല്ലാനൊക്കോ? സാറല്ലേ വെറും മണ്ടനാക്കരുത്. സിനിമ കണ്ടിട്ടാണത്ര സിനിമ. ഈ കാലത്തെ ആത്മാർത്ഥതയ്ക്ക് ഒരു വിലയുമില്ല സാർ. വാസുദേവ, താൻ നന്നാകാനുള്ള ഒരു ലക്ഷണവും കാണുന്നില്ല. നന്ദിയില്ലാത്ത ഡിപ്പാർട്ട്മെന്റ്. ആരെന്ത് പറഞ്ഞാലും ശരി, വേഷം മാറാതെ ഞാൻ കള്ളനെ പിടിക്കില്ല. എങ്കിൽ പോയി പിടിക്കണോ കള്ളനെ? ബന്ധുക്കൂസേ, ഇവനെയൊക്കെ എന്റെ സ്റ്റേഷനിൽ എങ്ങോട്ടെങ്കിലും കെട്ടിയെടുക്കണേ കർത്താവേ. നാട്ടുകാരെ ബാക്കി ഞാൻ തരും. കൊടുക്കണ്ട, ജലപാനം കൊടുക്കണ്ട. കൊണ്ടുപോണോ? പോയി വിളിച്ചോണ്ട് വാടാ. ആരെ? നിന്റെ വീട് വന്നിരിക്കുന്നത് പറ. ആരാടാ അവിടെ? കൊട്ടാരം വീടെന്നാ പറഞ്ഞത്. ആര്? ഈ കൊടക്കമ്പിയ? മുതലാളി, അല്ല, ഇതാര് കൊട്ടാരം വീടരാ? എടാ, നമ്മുടെ തമ്പ്രാൻ വന്നിരിക്കുന്നത്. തലയെക്കെട്ടഴിച്ച് അരയെക്കെട്ടാ. യോ, എന്റെ ദൈവേ, തമ്പ്രാൻ അകത്തോട്ട് കേറിയിരിക്ക്. കണ്ട ആപ്പയുടെ ഊപ്പയുടെ ഒക്കെ വീട്ടിൽ കയറിയിരിക്കാൻ വന്നവനല്ല ഞാൻ. പിന്നെ എന്തിനാണാവോ ഇങ്ങോട്ട് എഴുന്നള്ളിയതിന്റെ ഉദ്ദേശം? നാട്ടിലെ പ്രമാണിയായി പോയില്ലേ, ചട്ടമ്പിമാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. എന്താണ് തല്ലാൻ വല്ല ഉദ്ദേശം ഉണ്ടാ? ഉണ്ടിയേട്ടാ, അതിനല്ലേ കൂടിയൊരു വടി. മുതലാളി, ഇവരോട് സംസാരിച്ചു നിൽക്കാൻ മുതലാളിക്ക് ലഗ്നയില്ലേ? വന്ന കാര്യം പറഞ്ഞേച്ചും പോവാൻ നോക്കാം. എടാ, എന്റെ തറവാടാ കൊട്ടാരം വീട്. അത് നിങ്ങൾ ലേലത്തിൽ പിടിക്കുമെന്ന് പല സ്ഥലത്തും വാദിവെച്ചെന്ന് കേട്ടു. എന്നാൽ അത് നേരിട്ട് തന്നെ അറിയാമെന്ന് കരുതി വന്നതാ. എന്നാ നേരിട്ട് തന്നെ പറയാം. താൻ കേട്ടത് നേരാ. കൊട്ടാരം വീട് ഞങ്ങൾ തന്നെ ലേലത്തിൽ പിടിക്കും. ഒലത്തും കൊട്ടാരം വീടിന്റെ മുറ്റത്ത് കാല് കുത്താനുള്ള യോഗ്യത നിങ്ങൾക്കൊണ്ടോടാ എംപോക്കികളെ. നിന്നൊക്കെ യോഗ്യത കൊണ്ടാ. എടാ, നിന്റെ യോഗ്യത കൊണ്ടാണല്ലോ സ്വന്തം തറവാട് കരക്കാരൻ ലേലം വിളിക്കണത്. പ്രമാണിമാരാകുമ്പോ പല കേസും ലേലവും ഒക്കെ നടന്നിരിക്കും. പക്ഷെ അതിനിടയിൽ കയറി കളിക്കാൻ വന്നാൽ അത് നിന്റെയൊക്കെ അവസ്ഥാനത്ത് കളിയായിരിക്കും. കളിക്കണത് നീയല്ലടാ. അനിയൻ ബാവേനെയും ചേട്ടൻ ബാവേനെയും പഴയ പോലെ തൂമ്പായി എടുപ്പിക്കുമെന്ന് ചെണ്ടയും കൊട്ടി നടക്കണത് നീയല്ലേ? ഞങ്ങളെ പൂട്ടിക്കാനല്ലേ ഞങ്ങളുടെ പണിസ്ഥലത്ത് മുഴുവൻ നീ സമരം ഉണ്ടാക്കിക്കണത്. അതിന്റെ എല്ലാത്തിന്റെയും മറുപടിയാണെന്ന് കൂട്ടിക്കോടാ. എടാ, നിന്റെ തറവാട്ടി ഞങ്ങ കയറി കിടക്കുവാടാ. എന്നാൽ ഇവിടെ ഒരു ചോരപ്പുഴ ഒഴുകും. അതെന്നായാലും ഒഴുകണം. എന്നാ പിന്നെ അത് കൊട്ടാരം വീടിന്റെ മുറ്റത്ത് തന്നെ ആയിക്കോട്ടടാ. അത് നമുക്ക് കാണാറാ. കാണാറാ. നോക്കി നിൽക്കാൻ പോയി വണ്ടിക്കാറാ. ഓ, നമ്മളോടാ കളി. ഇങ്ങനെ പശു കാടി കുടിക്കണ പോലെ കുടിച്ചോണ്ടിരുന്നാ മതിയോ? ഞാൻ ടൗണിൽ പോയി 5-10 നല്ല തല്ലുകാരെയും കൂട്ടിക്കൊണ്ട് വരട്ടെ? അതുകൊണ്ടൊന്നും കാര്യമില്ലടാ. ചേട്ടൻ പാവയും അനിയൻ പാവയും ശക്തി കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ കയ്യിലാണെങ്കിൽ ബുദ്ധിയും ഇല്ല. എന്തോ കൊട്ടാരം വീടിന് ബുദ്ധിയില്ല എന്ന് എല്ലാരും പറയും. എന്നാൽ എന്റെ ബുദ്ധി എന്താണെന്ന് അവസരം വരുമ്പോ ഞാൻ എല്ലാത്തിനെയും കാണിച്ചുതരാം. ആ,
പഞ്ചാബിക്കാരൻ വന്നേക്കണ്. ആ ചെലപ്പോ മീൻ മേടിക്കാൻ വന്നതാവും. ഒരു 10 കിലോമീറ്റർ തുണിയെങ്കിലും തലയിൽ വലിച്ചു കെട്ടിയിട്ടുണ്ട്. അല്ല തലയ്ക്കകത്ത് എന്തേലും വ്യാണ്ടേ? നിന്റെ അച്ഛന്റെ കോണകമൊന്നും അല്ലല്ലോ ഈ വലിച്ചു കെട്ടിയിരിക്കുന്നത്. ദേ മലയാളം പറയണ്. എടാ നീ ഇത് ആരാണെന്നാ കരുതിയത്? ആരാടാ ഈ വരുത്തന്മാരെ? അവർക്ക് ഇവിടെ വലിയ പരിചയം പോരാ ബൈ. എടാ, നിങ്ങളെക്കാൾ നന്നായി മലയാളം പറയാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഈ നാട്ടിൽ വന്നിട്ട് 40 കൊല്ലമായി. ആശാന്റെ ഒരു 2 വരെ കവിത തെറ്റുകൂടാതെ ചെല്ലാൻ നിന്നെ കൊണ്ടൊക്കെ സാധിക്കുവോ? അത് സാധിക്കില്ല. വൈകുന്നേരമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ആശാൻ പൂരപ്പാട്ടും തെറിയാണ്. നിന്നോടതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എടാ എസ്തപ്പാനോസേ, ആ ഗംഗാധരൻ ഇതുവഴി എങ്ങാനും വന്നോടാ. അയ്യോ, ബായിയുടെ കാശ് നീ അയാൾ വന്ന് തീർത്തില്ലേ? തന്നില്ല. ആ മരങ്ങോടിനെ കണ്ടാൽ ഞാൻ ചുട്ടുകളയും. ഞാനടാ ബോട്ട് പറഞ്ഞു. പേടിക്കല്ലേ? ഇതാരാ? കണ്ടാൽ അറിയില്ലേ? ആരോ നമസ്കരിക്കുന്നാവും മണ്ട. ഇന്ന് പതിവില്ലാണ്ട് ഗംഗാധരന്റെ ബോട്ടാണല്ലോ ആദ്യം വരണത്. എന്റെ ബോട്ട്! നീ ഒളിച്ചിരിക്കായിരുന്നല്ലേടാ? ഇങ്ങോട്ട് എഴുന്നേക്കടാ ചതിയ. അത് നോക്കിയേ, എന്റെ ബോട്ടാ വരുന്നത്. അതെനിക്കറിയാം. എന്റെ കാശാദ്യങ്ങള്. ഈ സാബാണൊരു പാവണ്. ഈ കടപ്പുറത്ത് ആദ്യമായി ഒരു ബോട്ട് വന്നിറങ്ങി എത്ര രൂപ ലേലം കൊള്ളുന്ന വിചാരം? 1.5 ലക്ഷം രൂപ. വൈകുന്നേരം കാശൊക്കെ പിടിച്ചോ. എന്നാലും കാശ് ബാക്കി നിൽക്കിയല്ലേ? കൂടി വന്ന 24 മണിക്കൂറേ ബാക്കി നിൽക്കുന്നുള്ളൂ. നാളെ രാവിലെ എന്റെ ബോട്ടാണ് ആദ്യം എടുക്കാൻ പോകുന്നത്. അപ്പോഴും കിട്ടും 1.5 ലക്ഷം രൂപ. അതും വൈകുന്നേരം ഞങ്ങൾക്ക് തരും. അപ്പൊ എത്ര രൂപയായി? 3 ലക്ഷം. 3 ലക്ഷം രൂപയല്ലോ. ഞാൻ എത്ര തരാനുണ്ട്? 2.25 ലക്ഷം. ബാക്കി എത്ര? 25,000. 25,000 രൂപ സാബ് ഇപ്പൊ ഇങ്ങോട്ട് തരണം. എപ്പ തരും? എപ്പ തരും? ഞാൻ തരാം. തരാന്ന് പറഞ്ഞ എപ്പ തരും എന്ന് പറ. ഞാൻ തരാന്ന്. എന്റെ കാശിന് വിലയൊന്നുമില്ലേ? എന്താ ഇത് ഓക്രിത്രം പറഞ്ഞാലുണ്ടല്ലോ ഇടിച്ച് എല്ലായിടത്തും പിച്ചാത്തി പിടിയിട്ടുള്ള ഞാൻ. ആരാ? ആരാന്ന്? നിന്റെ തന്ത. അയ്യോ, ഇതാര്? കുഞ്ഞുട്ടിച്ചായൻ. ആ റാഹേലമ്മയുണ്ടല്ലോ. അപ്പച്ചനും അമ്മച്ചും വന്നിട്ട് ഒത്തിരി നേരമായോ? ഒത്തിരി നേരം ഒന്നും ആയില്ല. 2 മണിക്കൂറേ ആയുള്ളൂ. കുറച്ചു നേരം കൂടെ നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ വല്ല ഹോട്ടലും പോയി റൂം എടുക്കാമെന്ന് വിചാരിച്ചതാ. നിങ്ങൾ ഈ വീട് പൂട്ടിയിട്ട് എവിടെ തണ്ടാൻ പോയതാ? ഞങ്ങൾ ഇന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാ, ഒരു ചേഞ്ചിന്. നിങ്ങൾ പുറത്തുനിന്ന് ആഹാരം കഴിച്ചാലും അകത്തുനിന്ന് ആഹാരം കഴിച്ചാലും ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. എനിക്കും റാഹേലിനും കഴിക്കാൻ ഇവിടെ വല്ലതും ഉണ്ടോ എന്ന് അറിഞ്ഞാൽ മതി. വിശന്ന് വയറ്റിൽ അപ്പടി ഗ്യാസാ. അല്ല, ഈ വയസ്സുകാലത്ത് അച്ചായനും അമ്മച്ചും കൂടെ അടിച്ചു പൊളിച്ച് നടക്കുകയാണല്ലേ? ഓ, എനിക്ക് ഈ തണുപ്പ് സ്ഥലത്തൊന്നും പോകുന്നു പണ്ടേ ഇഷ്ടമല്ല. അച്ചായ സമ്മതിക്കണ്ടായോ? പിന്നെ ഇത്തവണത്തെ യാത്രയിൽ ആകെ ഒരു ഗുണം ഉണ്ടായത് അനുമോളെ കാണാൻ പറ്റിയതാ. നിങ്ങളവളെ കാണാൻ ചെല്ലാത്തതിൽ പരിഭവിച്ചിരിക്കുക അവള്. 2 ദിവസം പോണോന്ന് വെച്ചോണ്ടിരിക്കുക. അതെങ്ങനെ സണ്ണി ഒന്ന് ഫ്രീ ആവണ്ടായോ? അതെ അമ്മച്ചി, ഇത്തവണ എവിടേക്കായിരുന്നു കറക്കം? 2 ദിവസം മൂന്നാർ, 3 ദിവസം മൈസൂർ, അവിടുന്ന് പിന്നെ ഊട്ടി. നല്ല രസമായ യാത്രയായിരുന്നു. ഈ കാറിൽ തന്നെയാണോ അപ്പച്ചൻ ഈ സ്ഥലമെല്ലാം കറങ്ങിയത്? നമ്മുടെ ബൈക്ക് കയറ്റി മൈസൂരിൽ വെച്ച് എന്നോട് ഇറങ്ങു. ഊട്ടി ചെന്നപ്പോ അവനെ തട്ടി ഇവനെ വാങ്ങി. അതേതായാലും നഷ്ടക്കച്ചവടം അപ്പച്ച. ഇതൊരു മുതുക്ക് വണ്ടിയല്ലേ? എടാ മോനെ, പാമ്പാണേലും പഴയതാടാ നല്ലത്. ഇങ്ങോട്ട് നോക്കി, ഈ പ്രായത്തിലും നിങ്ങൾ 2 പേരെക്കാൾ ആരോഗ്യം എനിക്കാ. എന്തുകൊണ്ടാ? ദിവസവും 2 സ്മോൾ അടിക്കുന്നുണ്ട്. ആ, അത് ശരിയാ. പക്ഷേ ചെറുപ്പകാലത്ത് നല്ലപോലെ അധ്വാനിച്ച് 4 കാശുണ്ടാക്കി വയസ്സുകാലത്ത് ലാലോ സ്മാളോ അടിയടാ, അതിലൊരു സുഖമുണ്ട്. നല്ല പ്രായത്തില് കണ്ട കാടെല്ലാം വെട്ടിത്തെളിച്ചും അതിര് വലിച്ചു കെട്ടിയും ഈ മണ്ണിനോട് യുദ്ധം ചെയ്താടാ ഞാൻ ഈ കാശൊക്കെ ഉണ്ടാക്കിയത്, അറിയാവോ? ഓ, തുടങ്ങി 3 ഉള്ളിൽ ചെന്നാ പിന്നെ ഫ്ലാഷ് ബാക്കാ. ഒന്ന് പോടാ, ഞാൻ പറയും, ഇനിയും പറയും. പറഞ്ഞോ. ഇപ്പൊ തന്നെ 3 റീലായി. ഇനി ബോറാവേ. കപ്പാസിറ്റി ഇല്ലാണ്ട് വെറുതെ. ഒന്നുകൂടെ ഒഴിക്കടാ. ഒന്ന് അവനും കൂടെ. എനിക്ക് വേണ്ട പച്ച. ഒരു പെഗ്ഗെങ്കിലും അടിക്കാത്ത സത്യകച്ചേനെ ആവൂടാ. നീ എന്റെ മോൻ തന്നെയാണോ? മത്ത കുത്തിയ കുമ്പളം മുളക്കത്തില്ല അപ്പച്ച. ആ, ചേട്ടത്തെ കെട്ടുന്നതിന് മുമ്പ് സ്ഥിരമായിട്ട് അടിച്ച് വീലായി വാള് വെച്ചിരുന്ന ആളാ. ഇപ്പൊ ഒരു പുണ്യാളൻ. മദ്യം എന്താ അത്ര? അതാ പെണ്ണുങ്ങളുടെ മിടുക്ക്. ഇനി നിങ്ങൾ ആര് ശ്രമിച്ചാലും സണ്ണി കുടിക്കത്തില്ല, അത് ഉറപ്പാ.
നിന്റെ വിശ്വാസം നിന്നെ നയിക്കട്ടെ, നിന്റെ കുടുംബത്തെയും രക്ഷിക്കട്ടെ. ആമേൻ. ആഹാ, നീ നിർത്തിയോടാ, ഒഴിച്ചറിയണാവേ. അതെ, എനിക്ക് അപ്പച്ചനോട് സീരിയസ് ആയിട്ട് കാര്യം പറയാനുണ്ട്. ഇനി ഇത് കഴിച്ച് ഫിറ്റായ പിന്നെ ഞാനത് മറന്നുപോകും. എടാ, നീ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ പമ്പര ഫിറ്റാ. അപ്പച്ചാ, എന്നെ ഇത് മതി മതി വലിച്ചു കയറ്റിയത് എപ്പോ തുടങ്ങിയതാ? ഈ ആഹാരത്തിന്റെ കൂടെ ഒരെണ്ണം വീശിയില്ലെങ്കിൽ ഏതാണ്ട് ഒരു എന്നാ പോലെ തന്നെയല്ല എല്ലാരും കൂടെ വന്ന സന്തോഷം കൊണ്ടല്ലയോ ഒഴി മോളെ. അതെ അതെ ചേർത്തിയേ, എനിക്കും കൂടി കുറച്ച് വിളമ്പേക്ക്. നീ ആ റെസ്റ്റോറന്റ് വെട്ടി വിഴുങ്ങിയതല്ലേ? അത് ശരിയാ, പക്ഷെ വീട്ടിലെ ഭക്ഷണം വേസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നല്ലയോ? അതുമല്ലേ മണം കാരണം എനിക്ക് ഇരിക്കാൻ മേല. ടെംപ്റ്റേഷൻ ടെംപ്റ്റേഷൻ. ആ അപ്പച്ചാ, 2 ദിവസം കഴിഞ്ഞ് അനുമോളെയും കൂട്ടി നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പ്ലഷർ ട്രിപ്പ് പ്ലാൻ ചെയ്താലോ? അവൾക്ക് ഹോളിഡേ ആണല്ലോ. അയ്യോ, ഞങ്ങളില്ല, നാട്ടിൽ പോയിട്ട് ഒത്തിരി കാര്യങ്ങളുള്ളതാ. നിങ്ങൾ എല്ലാരും കൂടെ പോയേച്ചു പാ. ജോസൂട്ടി സോണിയൊക്കെ ഉണ്ടല്ലോ. അത് നല്ല കാര്യോ, ഞാൻ റെഡി. അയ്യോ, എനിക്ക് നാളെ തന്നെ ട്രിവാൻഡ്രത്തിന് പോണം. ഹോസ്റ്റലിൽ ചെന്നിട്ടുണ്ട് റെക്കോർഡ്സ് ഒക്കെ ശരിയാക്കാൻ. അയ്യോ, ഇപ്പഴാ ഞാനൊരു കാര്യം ഓർത്ത്. എനിക്കും ട്രിവാൻഡ്രത്ത് പോണം. ഒരു സീരിയലിന്റെ കാര്യത്തിനാ. ദൂരദർശൻ ഡയറക്ടർക്ക് അവിടെ വെയിറ്റ് ചെയ്യണം. ഞാനത് മറന്നുപോയി. മറവി, എനിക്ക് അടി കിട്ടണം. സോണി, നീയെങ്കിലും കൂടെ വാ. തിങ്കളാഴ്ച നിന്നെ ഹോസ്റ്റലിൽ വിട്ടാ പോരെ? ഞങ്ങളെ കാണുന്നതിനേക്കാൾ അനുമോൾക്ക് ഇഷ്ടം നിന്നെ കാണുന്നതാ. അതെ അതെ, സോണിയും കൂടെ ഉണ്ടെങ്കിൽ ആ ട്രിപ്പിന് ഒരു ജോളിയുള്ളൂ. വരാം, പക്ഷെ തിങ്കളാഴ്ച തന്നെ എന്നെ ഹോസ്റ്റലിൽ കൊണ്ട് വിട്ടേക്കണം. അത് ഞങ്ങൾ ഏറ്റു അല്ലേ ആൻസി? പിന്നെന്നാ, എന്നാ വരാം, ഞാൻ റെഡി. അല്ല, വലിയ കുറുപ്പും കൊച്ചു കുറുപ്പും ഒന്നിച്ചാണല്ലോ. എന്റെ പൊന്ന് ചേട്ടാ, ചേട്ടനെങ്കിലും വിളി നിർത്തിക്കൂടെ? സുഭാഷ് ചന്ദ്രബോസ് എന്നൊരു കിടിലം പേര് എനിക്കുണ്ട്. താല്പര്യം അനുസരിച്ച് സുഭാഷ് എന്നോ ചന്ദ്രൻ എന്നോ ബോസ് എന്നോ വിളിച്ചോ. എന്ത് തന്നെ ഉണ്ടെങ്കിലും ആ കൊച്ചു കുറുപ്പിന്റെ സുഖമില്ല. കുറുപ്പേ, താൻ രാവിലെ വരുമെന്നല്ലേ ഞാൻ കരുതിയത്. ഇത് തുടങ്ങുന്ന നേരത്തെ മകനീയ സാന്നിധ്യം ഉണ്ടായ പോരെ? മോളെന്തി അകത്തുണ്ട്, വരൂ. ഇത് ഞങ്ങളുടെ വക. വരൂ, എന്തെങ്കിലും കഴിച്ചിട്ട് സംസാരിക്കാം. ഈ കോളാസ് എടുത്ത് ഓരോന്ന് അങ്ങോട്ട് കൊടുത്തേ. കോള അങ്ങോട്ട്. മോടെ വിവാഹത്തെ കുറിച്ച് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഗുരുവായൂരപ്പന്റെ കടാക്ഷം കൊണ്ട് ഇതുവരെയെല്ലാം ഭംഗിയായി. നല്ല വരൻ, ഉയർന്ന ഉദ്യോഗം, 5 അക്ക ശമ്പളം, കൂടാതെ നല്ല തറവാടിയും. എന്നാലും കെട്ടുകഴിഞ്ഞാൽ തന്റെ മോൾ അങ്ങ് ദൂരേക്ക് പോവില്ലേടോ? ഒരേ ഒരു മകളെ ഉള്ളെന്ന് കരുതി പെണ്ണ് വീട്ടിൽ കയറി താമസിക്കുന്ന ഏതെങ്കിലും ഒരു കോന്തിന് കെട്ടിച്ചു കൊടുത്താൽ വട്ടപ്പറമ്പിൽ ശ്രീധരനുണ്ടെത്താൻ പിന്നെ എന്താണ് ഒരു വില? ജനിച്ചത് മകളാണെങ്കിൽ പിരിയേണ്ടി വരും. മണിക്കുട്ടനായിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. നാളെ വെളുപ്പിന് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. അവനവിടെ വരും. എനിക്ക് പേടിയൊന്നും. പേടിച്ചിരുന്ന ഇഷ്ടപ്പെട്ടവനോടൊപ്പം ജീവിക്കാൻ പറ്റില്ല. വെളുപ്പിന് 5 മണിക്ക് ഞാനിവിടെ എത്താം. റെഡി ആയിരിക്കണം. എന്നിട്ട് പുറത്തു നിന്ന് ഞാനൊരു തീപ്പെട്ടിക്കുള്ളി കത്തിച്ച് സിഗ്നൽ തരാം. സരസു ആരും കാണാതെ ഇറങ്ങി പോതാ മതി. ബാക്കി ഞാൻ ഏറ്റു. ഇങ്ങനെ പതുങ്ങി നിന്നുള്ള ഒതുങ്ങിയ സംസാരം അത്ര ശരിയല്ലല്ലോ. മുതലാളി, മുതലാളി, എന്താടാ? തുമ്പ് കിട്ടി, തുമ്പ് കിട്ടി. ഒരു മിനിറ്റ്. എന്നാ ഞങ്ങൾ ഇറങ്ങിട്ടുണ്ടി താനെ പോകാൻ വരട്ടെ. ഞാൻ ഒരു കാര്യം ഒന്ന് മുതലാളിയോട് പറഞ്ഞോട്ടെ. അതിന്റെ പേരിൽ ഇവിടെ ഒരു വിപ്ലവം നടക്കും. നിങ്ങൾ ആ ടീം ബിയുടെ ക്യാപ്റ്റൻ. അതെന്താണ് അങ്ങനെ? അതങ്ങനാ. ഇങ്ങോട്ട് വന്നേ. ഞാൻ ഒളിഞ്ഞു നോക്കി മുതലാളിയുടെ മോളുടെ സംഭവങ്ങളെല്ലാം കണ്ടു. പറഞ്ഞു തീരുന്നവരും പഠിച്ചതിനാ ഒളിഞ്ഞു നോക്കിയേനെ. അതുകൊണ്ടല്ലേ പെണ്ണ് കല്യാണം വേണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണം പിടികിട്ടിയത്. പെണ്ണിന് പ്രേമം. ആരോട്? ഈ കുറുപ്പിന്റെ മോനോട്. രണ്ടുപേരും കൂടെ പതുങ്ങി നിന്ന് ഹൃദയം പങ്കുവയ്ക്കുന്നത് ഞാൻ കണ്ടു. അനാവശ്യം പറയത്തോടാ. ഞാൻ കണ്ടത് അവർ കിന്നാനം പറയണത്. മിണ്ടിപ്പോകരുത്. ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്ന പിള്ളേരാ. അവര് മിണ്ടിന്നും പറഞ്ഞു നോക്കിയിരിക്കും. അതിന് പുതിയ വ്യാഖ്യാനങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ നിന്റെ പല്ലി മുഴുവൻ താഴെ കിടക്കും. പോടാ. എന്താണ് ഉണ്ണിത്താനെ പ്രശ്നം? എന്തിനവനെ തല്ലിയത്? അത് അവന്റെ ഷെയറാ. അരമണിക്കൂർ ഇടവിട്ട് അവനത് കിട്ടണം. അവനെന്തിയേ?
ഇനി ആരെങ്കിലും പ്രേമിക്കാനോ മറ്റേ പോയോ? എന്താണോ കൊച്ചുകുറുപ്പേ, വല്ല പെൺപിള്ളേരെ ലൈനടിക്കാൻ പോയതാണോ? സംശയം എന്റേതല്ല, നിന്റെ അച്ഛന്റെയാ. അച്ഛൻ പറഞ്ഞു ഒടുവിൽ ജോസഫ് പ്രവചനം ശരിയാവുന്ന എനിക്ക് തോന്നുന്നു. എന്നാ കൊന്നുകളയും. അപ്പൊ ചെല്ല്, രാവിലെ നേരത്തെ എത്തണം. എടോ കൊച്ചുകുറുപ്പേ, തന്നോട് കൂടിയാ പറയുന്നത്. ഞാൻ വെളുപ്പിനെ എത്തും. ഞാനൊരു അവിവാഹിതനാണെങ്കിലും മറ്റുള്ളവരുടെ ഹണിമൂൺ കഥകൾ കേൾക്കുന്നത് എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആണോ. താൻ പറഞ്ഞു. അങ്ങനെ ഷോപ്പിൽ കഴിഞ്ഞ് മുറിയിൽ കയറി കഥ കടച്ച് ബോൾട്ടിട്ടു. എന്നിട്ട് അങ്ങനെ ഓസിന് സാർ എല്ലാം കേട്ട് സൂഹിക്കണ്ട. കാശ് മുടക്കി ഒരു പെണ്ണ് കെട്ടണം സാർ. വേണ്ടടോ, ഇംഗ്ലീഷുകാർ പറയാറുണ്ട് ഒരു പുരുഷൻ ലൈഫിൽ 3 റിങ്ങാ ധരിക്കുന്നതെന്ന്. വിവാഹ നിശ്ചയ ദിവസം എൻഗേജ്മെന്റ് റിംഗ്, വിവാഹ ദിവസം വെഡിങ് റിംഗ്, വിവാഹം കഴിഞ്ഞാൽ സഫർ റിംഗ്, അതായത് സഫറിംഗ്, കഷ്ടപ്പാട്. എനിക്കിനി വയസ്സുകാലത്ത് സഫർ ചെയ്യാനൊന്നും പയ്യടൂ. മഹാകവി ഉള്ളൂർ പാടിയിട്ടുണ്ട്, ഉത്തമതരനായി വാഴണം പുമാനെങ്കിൽ വിത്തവും കൊതിച്ചിടാ സ്ത്രീധന സമ്പർക്കവും എന്ന്. ഉള്ളൂർ അങ്ങനെ പാടിയിട്ടുണ്ടോ സാർ? അതിന് താൻ ഉള്ളൂരിന്റെ എല്ലാ കാവ്യങ്ങളും വായിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാ താൻ വായിക്കാത്തതിലുള്ളതാ. ശരി സാർ. മിസ്റ്റർ സഞ്ജീവൻ, ആ ചൈതന്യ നഗറിലെ ഇഷ്യൂ വീണ്ടും പോകുന്നുണ്ട്. അതൊരിക്കൽ സോൾവ് ചെയ്താണല്ലോ സാർ. ആണ്, പക്ഷെ എന്തോ ദുരൂഹതകള്. ഹോം സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. ചിലപ്പോ താൻ തന്നെ ആ കേസ് നേരിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നേക്കും. ഓക്കെ സർ. സാർ, മാഡം വീട്ടിൽ നിന്ന് ഫോൺ ചെയ്തിരുന്നു. സുപ്രിയ ടി വിക്കാരെത്തി, ഉടനെ അങ്ങോട്ട് ചെല്ലാൻ. എന്താണോ ടി വിക്കാരൊക്കെ, താൻ അഭിനയം തുടങ്ങിയോ? അല്ല സാർ, ഇത് മനം പോലെ മംഗല്യം പരിപാടി, എന്തോ മാതൃകാ ദമ്പതികളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രോഗ്രാം. അതിന് നിങ്ങൾ മാതൃകാ ദമ്പതികളാണോ എന്ന് തീരുമാനിക്കാൻ സമയമായിട്ടില്ലല്ലോ. അതൊക്കെ ടി വിക്കാര് തീരുമാനിച്ചോളും സാർ. ചിലപ്പോ തോന്നുന്നു അവൾക്കൊരു നട്ട് കൂടുതലാണെന്ന്, ചിലപ്പോ തോന്നുന്നു ഒന്ന് കുറവാണെന്ന്. ഇന്ന് അവൾ അടുക്കളയിൽ എന്തെല്ലാമാ കാട്ടിക്കൂട്ടിയത്. പാവം അച്ഛന്റെ ഒരു കാര്യം. ഇതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടല്ലേടോ ഞാനിപ്പോഴും വിഭാരനായിട്ട് കഴിയുന്നത്. ഇംഗ്ലീഷ് ഒരു ചൊല്ലുണ്ട്, അൺമാരീഡ് സ്കൗണ്ടറൽസ് ആർ ബെറ്റർ ദാൻ മാരീഡ് സ്കൗണ്ടറൽസ്. അതായത് വിവാഹം കഴിഞ്ഞ ഇരപ്പാളികളെക്കായി ഭേദം വിവാഹം കഴിക്കാത്ത ഇരപ്പാളികളാണെന്ന്. തനിക്ക് ഫീൽ ചെയ്തു? ഏയ്, പക്ഷെ മലയാളത്തില് വേറൊരു ചൊല്ലുണ്ട് സാർ. വിവാഹിതര് പട്ടിയെ പോലെ ജീവിച്ച് അവസാനം രാജാവിനെ പോലെ മരിക്കും, അവിവാഹിതര് രാജാവിനെ പോലെ ജീവിച്ച് അവസാനം പട്ടിയെ പോലെ മരിക്കും. എന്താ സാർ, സാറിന് ഫീൽ ചെയ്തോ? അത് താൻ എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. ആ പെണ്ണ് കെട്ടിയില്ലെങ്കിൽ അവസാന കാലത്തൊരു തുള്ളി വെള്ളം തരാൻ ആരും ഉണ്ടാവില്ല എന്നൊരു വീക്ക് പോയിന്റ് ഉണ്ട്. എന്നാലും ഈ ഏകാന്ത ജീവിതം പരമാനന്ദമാടൂ. തന്നെ പോലെ മനസ്സിൽ എരിവിരി സഞ്ചാരമൊന്നും വേണ്ടല്ലോ. മഹാകവി കുഞ്ഞൻ നമ്പ്യാർ പാടിയ ഫയൽമാന്റെ അവസ്ഥ അതെനിക്ക്. ഫയൽമാൻ അടവിൽ ഗംഭീരൻ, പർവ്വതത്തെയും അടിവിഴപ്പവൻ, കൃഷകാത്രിയാം ഭാരതൻ മുമ്പിലോ ഉഷിതെല്ലാം ഒഴിഞ്ഞ നിർഗുണൻ. കുഞ്ചൻ നമ്പ്യാർ അങ്ങനെ പാടിയിട്ടുണ്ട്. ടെൻഷൻ വേണ്ട. എടോ, താൻ ഭാര്യയുടെ കാര്യം ഓർത്തൊന്ന് മൂടൗട്ടാവണ്ട. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഏത് പെണ്ണും ഒന്ന് അമരും. പിന്നെ അറ്റാച്ച്മെന്റ് മുഴുവൻ കുഞ്ഞിനോടാവും. അതോടെ പ്രശ്നങ്ങളും കുറയും. എന്താ അതിന്റെ സിംറ്റംസ് എല്ലാം കണ്ടു തുടങ്ങിയോ? അയ്യോ, അവന്മാരെന്നെ പറ്റിച്ച്. ഓടി വായോ നാട്ടുകാരെ, ഓടി വാ, ഓടി വായോ. അവന്മാരെന്നെ പണം പറ്റിച്ചു, എന്റെ പണം പറ്റിച്ചു കളഞ്ഞ്. എനിക്ക് ആരാന്നറിയില്ല, ആരാന്നറിയില്ല. എനിക്ക് അറിയില്ല ആരാന്നുള്ള. അവന്മാര് പറ്റിച്ചല്ലേ, എന്നെ പറ്റിച്ച അവന്മാര്. എന്താ ബഹളം? നിന്നെ തപ്പി തരടാ ഞാൻ നടന്നേ. സാർ, എനിക്കൊന്നും അറിയില്ല. നിന്നെ ഞാൻ അന്വേഷിച്ച് നടക്കാതെ കാലം കുറയായി. കോളേജ് പിള്ളേർക്ക് കഞ്ചാവ് വിട്ട് ചന്ത ചാരായ കച്ചവടം നടത്തി കട്ട് മോട്ടിച്ച് നടക്കുന്ന നിന്റെ വേല തെരഞ്ഞ് ഞാൻ നടത്തൂല. നുണ പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. നിന്നെ അവന്മാരാണ് എന്റെ പണം തട്ടിയത്. പാച്ചിന് പറയുമോ? റാസ്കൽ, കൊല്ലു നിന്നെ. സാർ, പിടികിട്ടാപ്പുള്ളി ഒരാളെ കെട്ടി സാർ. അല്പം ബുദ്ധി ഉപയോഗിക്കേണ്ടി വന്നു. ഇനി എന്റെ ബുദ്ധി പ്രവർത്തിക്കാൻ പോകുന്നത് ഈ പാച്ചനും പരമനും വേണ്ടിയാണ് സാർ. അവർ ഈ നഗരത്തിലുണ്ട്. തന്നോട് ആര് പറഞ്ഞു? ആരും പറയണ്ട സാർ. കമ്പ്യൂട്ടർ ഘടിപ്പിച്ച റഡാറാണ് ഈ ബുദ്ധിയിൽ. നീ പറയുന്നത് മുഴുവൻ സത്യമാണോടാ? അതേ മുതലാളി, അവർ പറയുന്നത് മുഴുവൻ ഞാൻ ഒളിച്ചു നിന്ന് കേട്ടതാ. അപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായി. അവൻ ചേട്ടൻ ബാബയുടെ വീട്ടിൽ വരട്ടെ. നിങ്ങൾ രണ്ടുപേരും അനിയും ബാബയെ കൂട്ടി അവിടെ വന്നാ മതി. ശരി, നിങ്ങളും ആളുകളും അവിടെ കാത്തിക്കണം. ആദ്യം ആരെയും കണ്ണിപ്പെടരുത്, എവിടെങ്കിലും മറന്നു നിന്നേക്കണം. ഞാൻ വരേണ്ട സമയമാകുമ്പോ
എനിക്ക് എന്തെങ്കിലും ഒരു സിഗ്നൽ തന്നാ ഞാൻ തുണി പൊക്കി കാണിക്കാം. വൃത്തികേട് പറയുന്നു. ഈ കൈലേസ് പൊക്കി കാണിക്കാന്നാ ഞാൻ പറഞ്ഞത്. അതൊന്നും വേണ്ടടാ കൊടക്കമ്പി. ഒരു വിസിൽ അടിച്ചാ മതി. വിസിലേ. ശരി, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. വിസിലടിച്ചു. അടിയും തുടങ്ങും. എന്താടാ? എന്താണെന്നോ? അനിയമ്പാവെ തല്ലിച്ചേച്ചിട്ട് അങ്ങനെ പോന്നോ? തല്ലി കൊല്ലണവിനെ. എന്തിനാണ് ചേട്ടനെ തല്ലുന്നേ? അനിയമ്പാവ കണക്കൊക്കെ നമുക്ക് പിന്നെ തീർക്കാം. കണ്ണപ്പ, ദാസ, അടിച്ച് പുറത്താക്കണവന്മാരെ. പറഞ്ഞത് കേട്ടില്ലേ? പിടിച്ചിറക്കായവന്മാരെ. എടാ മന്ദന്മാരെ, കണ്ണപ്പനും ദാസപ്പനും ഞങ്ങളുടെ ആൾക്കാരാ. എടാ കണ്ണപ്പ, ദാസപ്പ, ഇങ്ങോട്ട് വാടാ മക്കളെ. നമ്മൾ നേരത്തെ തീരുമാനിച്ച പോലെ അനിയന്റെയും ചേട്ടന്റെയും കഥ ഇന്നത്തോടെ തീർക്കാം. എന്ത് വൃത്തിയാണോ താനീ പറയുന്നത്? ഞങ്ങൾ എപ്പോഴാണ് തന്റെ ആളുകളായത്? നിങ്ങൾ വിളിച്ചിട്ടല്ലേടാ പട്ടികളെ ഞങ്ങൾ വന്നത്? ഇല്ല, ഞങ്ങൾ ആരും വിളിച്ചിട്ടില്ല. കല്ലെറുക്കി കാണിക്കാൻ ഞങ്ങൾ എന്താടാ പെണ്ണു കാണാനാടാ തെണ്ടി? അയ്യേ, ചാളമാക്കും. അപ്പോ നിങ്ങൾ എന്നെ വിളിച്ചിട്ടില്ലല്ലേ? ഇല്ല. വിസിൽ വലിച്ചിട്ടില്ലല്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഈ തന്തയ്ക്ക് പിറക്കാത്തവന്മാരെ അടിച്ച് ചുരുട്ടടാ. ഓടി രക്ഷപ്പെടാൻ നോക്കിക്കോ. ചേട്ടാ, കല്യാണം നടക്കുമ്പോഴേ ഒരു വെടിക്കെട്ട് നല്ലതാ. ചേട്ടൻ പോയേ, ചേട്ടൻ പോയേ. നീ തന്നെ മുഹൂർത്തം വാടാ. വോട്ട് ചോദിക്കാൻ പറ്റിയ സമയം. പോകാം. അങ്ങോട്ടല്ലടാ ഇങ്ങോട്ട്. സർദാർജി, നമ്മുടെ ബോട്ട്. ബോട്ടോ? എടോ, ഇത് പഞ്ചാബാ, പഞ്ചാബ്. ഇവിടെ ബോട്ടുമില്ല, ബോട്ടിലുമില്ല. പോടാ. എന്റെ ഭായി ചതിക്കരുത്, ഉപജീവനമാ. അതുകൂടി പോയാൽ. കാശ് ചോദിച്ച് ആളെ അയച്ചപ്പോ നീ എന്തൊക്കെയാ പറഞ്ഞത്? ഇത് പഞ്ചാബ് അല്ല, കേരളമാണ്, കടപ്പുറമാണ്, വെലസിയ തട്ടിക്കളയും എന്നൊക്കെ അല്ലടാ? എന്റെ ഭായി ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. നീ പറയും നിനക്കറിയില്ല പഞ്ചാബികളുടെ ശക്തി. നിനക്ക് സാധിക്കുമെങ്കിൽ ഗോതയിലേക്ക് ഇറങ്ങ്. എന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും സിംഗിനെ അടിച്ചു നിലർത്ത്. എന്നാൽ നിന്റെ ബോട്ടിൽ ഞാൻ വെറുതെ തരാം. ഗുഡ് ഐഡിയ മുതലാളി. ഏതെങ്കിലും ഒരു സിംഗിനെ അടിച്ച് തോൽപ്പിക്ക്. ബോട്ടും കൊണ്ട് നമുക്ക് പോകാം. പക്ഷേ ധൈര്യമുണ്ടേ കേരള. ബോട്ട് ഫ്രീ ആയി കിട്ടോ? കിട്ടും. അപ്പൊ കാശോ? നീ ഒറ്റ പൈസ ബാക്കി തരണ്ട, അതും ഫ്രീ. ഇതെന്ത് എന്ത് പറ്റും മുതലാളി? ശരിയാവില്ല, അവൻ ജെട്ടിട്ടിരിക്കുന്നു. അതിന് മുതലാളിക്ക് എന്താ? ഞാൻ ഇട്ടിട്ടില്ലടാ. ഒരു ബോട്ട് തിരിച്ച് പിടിക്കാൻ വരുമ്പോഴെങ്കിലും ആ ഷഡ് ഇട്ടൂടെ? അത് ഇവിടെടാ. ഇവിടെ ബോട്ടിന്റെ മുകളിൽ ഉണക്കാനിട്ടപ്പോഴാണ് ഒരു ബോട്ട് കൊണ്ടുപോയത്. എന്നാ ആദ്യം അത് ചോദിച്ചാലോ? എന്ത് പറ്റി? ധൈര്യം ചോർന്നു പോയോ? ഏയ്, വല്ലതും ചോർന്നു പോയാൽ തടയാനൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയായിരുന്നു. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇവനൊക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ. ജഗലുടെ രക്തമെന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ്. നീ ക്ഷത്രിയനല്ലേ? സത്യം തന്നെ, പക്ഷേ ഈസിക്ക് പറ്റില്ല. എങ്കിൽ സോണിയായുമായി പിടിക്കട്ടെ. സോണി അതാരി? സോനിയ വന്നാട്ടെ, വന്നോട്ടെ. अरे सोनिया आ. ദൈവമേ, ഇവനാ സോണിയ. കാല് മാറിപ്പോയി.
പൊട്ടിക്കടാ. സോണിയ പിടിയവനെ. അവൻ ജയിച്ചതാ തോന്നുന്നത്. കൊല്ല് കൊല്ല് കൊല്ല്. പോയി പോട്ട് പോയി. സോണിയ പാടോ ഉസ്കോ. പാടോ. ഞാന് വലിച്ചു പിടിക്കണം. ഞാനില്ല ഞാനില്ല. വേണ്ട. പൽമാൻ ജയിച്ചേ. വേണ്ട 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 പൽമാൻ കേട്ടോ. അയ്യോ എന്റെ അമ്മേ. ഇത് കൊല്ലും പാത്തി. അവനെ മാത്രം ഒന്നും ചെയ്യരുത്. അവന് ഊമയാണ്. ഇനി ഞങ്ങളെ തല്ലല്ലെന്ന് പറ. ഇത് തല്ലിയതല്ലടാ, ഞങ്ങളുടെ ഒരു തരം കളിയാ. തല്ലി വരുന്നതേ ഉള്ളൂ. ഞങ്ങളെ തല്ലി ചതച്ചതുകൊണ്ടോ എന്റെ ബോട്ട് പിടിച്ചു വെച്ചതുകൊണ്ടോ നിങ്ങളുടെ കാശ് കിട്ടുമോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്റെ ബോട്ടിക്കതാ, അത് വിറ്റാണെങ്കിലും ഞാൻ കാശ് കൊണ്ടുവരാം. നീ വരില്ല. നിന്നെ എനിക്കറിയില്ലേ. എന്ത് പറഞ്ഞ ഈ സാബിനെ വിശ്വസിപ്പിക്ക? എന്നെ അത്രയ്ക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട. ഇവനിവിടെ നിൽക്കട്ടെ. താഴെ വെച്ചാൽ പാമ്പ് കടിക്കും, തലയിൽ വെച്ചാൽ പൂച്ച കടിക്കുമെന്ന് പറഞ്ഞ് വളർത്തിയതാണ് ഇവന്. എന്റെ സ്വന്തം അനന്തരവനാണ് ഇവൻ. എന്റെ അനന്ത, നിന്നെ ഒരു നിമിഷം കാണാതെ എനിക്ക് കഞ്ഞി കുടിക്കാൻ പോലും കഴിയില്ല. പക്ഷെ എന്ത് ചെയ്യാം? അമ്മാവൻ പണവുമായി വരുന്നവരെ നീ ഇവിടെ നിൽക്ക്. ഇവിടെ നിൽക്ക്. കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ. വെറും ഒരു പണിക്കാരനായി എന്നെ പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത മുതലാളിക്ക് സ്വന്തം അനന്തരവനെ എങ്ങനെ പിരിഞ്ഞിരിക്കാൻ പറ്റും മുതലാളി? ഓഹോ, നിന്നെ പിരിഞ്ഞിരുന്നാലും ഇയാൾക്ക് വേദനിക്കുമല്ലേ? എന്നാ നീ ഇവിടെ നിൽക്ക്. ഏയ് അയ്യോ, അത് വേണ്ട. എന്താ? എനിക്ക് മുതലാളിനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. സാരമില്ല രമണ, നിന്നെ പിരിയുന്ന ദുഃഖം ഈ മുതലാളി സഹിച്ചോളാം. മുതലാളി സാബ്, ഞാൻ ബോട്ടും കൊണ്ട് പോകുന്നേ ഉള്ളൂ. എന്റെ ജീവനും ജീവന്റെ ജീവനും ഇവിടെയാണ്. ഞാനിതെങ്ങനെ സഹിക്കും? അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. പോയി മക്കളെ, ഞാൻ വാക്ക് കൊടുത്തു പോയി. ജപാലന വാക്ക് കൊടുത്ത് പാവം, അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ, എനിക്ക് ബുദ്ധിയുണ്ടെന്ന്. മണ്ട. പൊട്ടനും പോയി, മണ്ടനും പോയി, ബോട്ടും കിട്ടി. അയലേസാ. എന്താണ് അവിടെ? ഞാനിവന്റെ കഴുത്തിന്റെ അളവെടുക്കായിരുന്നു. അതൊക്കെ പിന്നെടുക്കാം. ആദ്യം അവന്മാരെ കൊണ്ട് വിട്. ഓ ചെല്ലടാ. അവന്മാരോട് അങ്ങോട്ട് ചെല്ലാൻ വാ. നിങ്ങളിൽ ആർക്കാണ് ഭംഗിയായി ഷൂ പോളിഷ് ചെയ്യാൻ അറിയാവുന്നത്? എനിക്കറിയില്ല. ദൈവന് ഭംഗിയായിട്ട് ഷൂ പോളിഷ് ചെയ്യാൻ അറിയാം. എന്താ നിന്റെ പേര്? രമണൻ. മരണനോ? നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം ഷൂ പോളിഷ് ചെയ്ത് പഠിക്ക്. ഉത്തമ, ഇവിടെയുള്ള എല്ലാ ഷൂസും ഈ മരണനെ കൊണ്ട് പോളിഷ് ചെയ്യിപ്പിക്കും. എന്റെ അമ്മോ, ബാറ്റ കമ്പനി പോലും കാണില്ല ഇത്രയും ഷൂ. ഇതൊക്കെ പഴയതാ. ഇതിൽ ചെയ്ത് പഠിച്ചിട്ട് പുതിയത് തരാം. പിന്നെ കാലുകളിൽ കയറി കുറെ പുറത്തു പോയിട്ടുണ്ട്, അതൊക്കെ തിരിച്ചു വരും. ഇത്രയും ഷൂ റോട്ടിൽ നിന്ന് പോളിഷ് ചെയ്താ ഒരൊറ്റ ആഴ്ചക്കുള്ള ഒരു ബോട്ട് വാങ്ങാൻ പറ്റും. ഒന്ന് സഹായിക്കടാ. ഏയ്, അത് പറ്റില്ല. നിന്നോട് പറഞ്ഞ പണി നീ ചെയ്യണം. അതും പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കണം. ഇല്ലെങ്കിൽ ബെൽറ്റിന് അടി കൊള്ളും. ആഹാ, അത്രക്കായ എങ്കിൽ പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തിട്ടേ ബാക്കി കഴിയുള്ളൂ. പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത? നിങ്ങളിൽ ആർക്കാ നല്ല ഭംഗിയായിട്ട് അലക്കാൻ കഴിയുന്നത്? അടുത്ത പണി ആർക്കാ? എനിക്ക് ഭംഗിയായിട്ട് അലക്കാൻ അറിയാം. ഇവന് ഒട്ടും അറിയില്ല. ഞാൻ പഠിപ്പിക്കാം. വേണ്ട വേണ്ട, വില കൂടിയ ഡ്രസ്സാ. അറിയാത്തവൻ ചെയ്താ അതൊക്കെ കീറും. പിന്നെ നീ തന്നെ അലക്കിയാ മതി.
തുമ്മിക്കോ, നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. എവിടെ അലക്കല്ലേ? ദേ ഇയാളാ, ചെവിയും കേൾക്കില്ല, സംസാരിക്കാനും കഴിയില്ല. പക്ഷെ കേൾക്കാനും സംസാരിക്കാനും കഴിയുന്ന ആളെപ്പോലെ തന്നെയാ പെരുമാറ്റം. തലവഴി വെള്ളം വെച്ച് പിശാച് പിന്നെ ഞാൻ കൊല്ലും. ഞാൻ സാബിനെ കണ്ടില്ലായിരുന്നു. ഓഹോ, ഓ, കാണാതെ എത്ര കൃത്യമായിട്ട് ഇവിടെ തന്നെ നീ എങ്ങനെ എറിഞ്ഞു കൊള്ളുത്തറാ? ഞാൻ ദൈവനെ എറിഞ്ഞത്. ഈ മിണ്ടാപ്പുറാടിയാണോ നീ എറിഞ്ഞത്? എടാ എറിയടാ, അവന്റെ മോന്തയ്ക്ക് തന്നെ കൊള്ളണം. ദേ, ദേ, ഈ ഭാഗത്ത് എറി. വന്നാ. ദേ, ദേ, ആ. അയ്യോ, മാറാ, പുത്തേ, മാറാ. സെക്രട്ടറി, ആവോ, ആവോ. ശരിയാവില്ല സാർ, അവളൊരു മാറാരോഗത്തിന്റെ പിടിയില്ല. ഈഗോ, ഞാനെന്ന ഭാവം, DGPയുടെ മകളാണെന്നുള്ള കോംപ്ലക്സ്, അത് ഓരോ നിമിഷവും അവളെ അടക്കി ഭരിച്ചോണ്ടിരിക്കുക. ഒരുതരം ഒഴിയാത്ത ധാർഷ്ട്യം പോലെ. അതിന് മരുന്നില്ല സാർ. കഷണ്ടിക്ക് പോലും മരുന്നുണ്ട്, പിന്നെയല്ലേ ഈഗോ? അതിനും ട്രീറ്റ്മെന്റ് ഉണ്ടോ? അത് ഏത് വൈദ്യശാസ്ത്രത്തിൽ പെടും സാർ? ഏത് ഡോക്ടറെ കാണേണ്ടത്? ഡോക്ടർ മറ്റാരുമല്ല, താൻ തന്നെയാ. എടോ, അവിവാഹിതനായ ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത് സ്ത്രീകളുടെ മനഃശാസ്ത്രമാണ്. പെണ്ണെത്ര തന്റെ ഇടവും അഹന്തയുള്ളവളാണെങ്കിലും ശരി, താലി കെട്ടി ആദ്യം തന്നെ സ്പർശിച്ച പുരുഷനെ അവൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഈ താലി ഒരു അഡിക്ഷൻ ആണെടോ. എടോ, സ്നേഹപൂർവം, അതായത് സ്നേഹം അഭിനയിച്ച് വിളിച്ചോണ്ട് വന്ന് മധുരമായ ചില തിരിച്ചടികളെല്ലാം കൊടുത്ത് ജീവിതം പഠിപ്പിച്ച് അവളെ സ്വന്തമാക്കണോ. പോകാവടോ, ഞാനും വരാം. താനൊരു നല്ല കലാകാരനല്ലേ, അഭിനയിക്കാൻ അറിയാലോ. സഹോദരിമാരെ വെറുക്കുന്ന, അച്ഛനെ വേണ്ടെന്ന് വെക്കുന്ന, ഭാര്യയെ ഹൃദയതുല്യം സ്നേഹിക്കുന്ന ഒരു ഭർത്താവാകണോ. ദാമ്പത്യ ബന്ധമെന്നാൽ എന്താ? മഹാകവി കുട്ടമത്ത് പാടിയിട്ടുണ്ട്. ദാമ്പത്യബന്ധമാം പളങ്കുപാത്രം ശില്പി വീഴുന്നൊരഗ്രത്തൊളിപ്പിച്ചു വെച്ചതാം, തട്ടരുത്, താഴേക്ക് വീഴരുത്, തകരരുത്, ഒട്ടൊക്കെ ശ്രദ്ധിക്ക പുരുഷാ നിൻവിധി. ദാമ്പത്യബന്ധമെന്നാൽ ഒരു പളങ്കുപാത്രമാണ്. താഴെ വീണ് തകരാതിരിക്കാൻ പുരുഷനാണ് ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലായോ? ഓ, ഇനി കുട്ടമത്തങ്ങനെ പാടിയിട്ടുണ്ടോ എന്നായിരിക്കും തന്റെ ഒരു മുടിഞ്ഞ സംശയം. പാടൂ.